സമസ്തയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. സമസ്തയിലെ ഇടതുപക്ഷ അനുകൂലികൾക്കെതിരെ പ്രചാരണം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ച് ലീഗ് അനുകൂലികൾ. കോഴിക്കോട് ചേർന്ന സമസ്ത ആദർശ സംരക്ഷണ സംഗമത്തിലാണ് സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടന രൂപീകരിച്ചത്. മുക്കം ഉമർ ഫൈസിയെ സമസ്തയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റണമെന്നും സുപ്രഭാതം പത്രത്തെ സ്ഥാപിത ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന പ്രമേയവും പാസാക്കി. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾക്ക് ഖാസിയാകാൻ യോഗ്യതയില്ലെന്ന തരത്തിൽ മുക്കം ഉമർ ഫൈസി നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് സമസ്തയിലെ ലീഗ് അനുകൂലികളും ഇടതനുകൂലികളും പരസ്പരം പോരടിക്കുന്നത്. ലീഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംഘടന രൂപീകരിച്ച് പ്രതിരോധം തീർക്കാനാണ് ലീഗ് അനുകൂലികളുടെ തീരുമാനം. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ആശാവഹമായ അവസ്ഥയ്ക്ക് കളമൊരുക്കിയ മുസ്ലിം ലീഗും ആധ്യാത്മിക, വൈജ്ഞാനിക, സാമൂഹിക രംഗത്തെ മുന്നേറ്റം സാധ്യമാക്കിയ സമസ്തയും പരസ്പരം മാനിച്ചും സഹകരിച്ചും പോരുന്ന രീതിയാണ് പിന്തുടരുന്നത്. ഈ ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഇരു സംഘടനകളുടെയും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇത് പ്രതിഷേധാർഹമാണെന്ന് പ്രമേയത്തിൽ പറയുന്നു. ഉമർ ഫൈസിയെ സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം വിഭാഗീയത വളർത്തുന്നതാണ്. വർഗീയത വളർത്തുന്ന പരസ്യം പ്രസിദ്ധീകരിച്ചത് പത്രത്തെ സ്നേഹിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കി. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തി പത്രത്തെ സ്ഥാപിത ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സംവിധാനമുണ്ടാക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. സമസ്യയുടെ കീഴിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങളെയും ഈ മഹല്ലുകളെയും പിടിച്ചു നിർത്താൻ പ്രയാസപ്പെടുകയും അതിനുവേണ്ടി കേസ് നടത്തുകയും ഒക്കെ ചെയ്താൽ അന്നത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ സമസ്തയെ പിടിച്ചു നിർത്താൻ അഥവാ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്താൻ പരിശ്രമിച്ച ആളുകളിൽപ്പെട്ടവരാണ് പലരും ഇന്നിവിടെ ക്ഷണിക്കപ്പെട്ടത്. പക്ഷെ ക്ഷണിക്കപ്പെട്ട് വിവരം അറിഞ്ഞപ്പോൾ കുറെ ആളുകൾ കൂടുതൽ വന്നു എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് പരിമിതമായ 100 പേരുടെ സംഗമത്തിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഉസ്താദുമാർ ഒരു മസലത്തിന്റെ ശ്രമത്തിലാണ്. ആ മസലത്തിന്റെ മുഖത്ത് വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ചില പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ ഒന്നിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാൻ യോഗ്യമായ നേതൃത്വം സമസ്തക്കുണ്ട്. SYS നേതാക്കളായ അബ്ദുസമദ് പൂക്കോട്ടൂർ, MC മൈൻ ഹാജി, ഓണപ്പള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.